ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മൻ നഴ്സിംഗ് ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഇപ്പോൾ ഒരു വർഷം ആകാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുക 3 വർഷത്തെ ഹൗസ്ഫുള്ളും ഒരു ജർമ്മൻ ലാംഗ്വേജ് എടുത്ത് പഠിച്ചതിന് ശേഷം ജർമ്മനിയിൽ വന്ന് ഈ ഒരു കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇത്രയും നാളത്തെ എൻ്റെ ആ ഒരു പുതിയ ലൈഫിൻ്റെ ആ ഒരു സ്റ്റേജ് അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ അല്ല, പ്യുവർ എക്സ്പീരിയൻസസ്, അതായത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് 86% ഐ തിങ്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 90% ഓഫ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ ബാക്കിയുള്ള ആ 10% വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ. ജർമ്മൻ ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഡറിൽ തന്നെ നമുക്ക് പോകാം. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് നിന്നുണ്ട് സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റിൻ്റെ യാത്രാ ചിലവേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ദൂരത്തേക്ക് ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തില്ല. അപ്പോൾ ദൂരത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും എൻ്റെ അഭിപ്രായത്തിൽ ട്രാവലിംഗ് ടൈമും പെയ്ഡ് അല്ലാത്തൊരു വർക്കിംഗ് ടൈമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത് എത്രയും പെട്ടെന്ന് വർക്ക് പ്ലേസിലേക്ക് എത്താനും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഓൾഡ് ഏജ് ഹോം എടുത്തു. മാത്രമല്ല, ഇതൊരു മിസ്റ്റേക്കും കൂടിയായിരുന്നു, ഞാൻ വഴിയെ പറഞ്ഞുതരാം. പെട്ടെന്ന് നമ്മൾക്ക് ഇപ്പോൾ ഓൾഡ് ഏജ് ആയത് കൊണ്ടിട്ട് ഒരുപാട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒരുപാട് എമർജൻസി കാര്യങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സമാധാനമായിട്ട് എന്താ പറയുക, ഈ ഒരു ജോലി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്തോ ഭാഗ്യമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ എന്നറിയില്ല, ഞാൻ ചെന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഓൾറെഡി കുൻഡിഗും എന്നാണ് ഇതിനെ പറയണത്, അതായത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ എന്നിൽ ആ ഒരു ഇതാണ് കണ്ടത്, അതായത് ഒരു പൊട്ടൻഷ്യൽ പ്രായം കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു വോൺബെറേഷൻ എന്നാണ് പറയുന്നത്, അതായത് ഒരു സ്റ്റേഷൻ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 3 സ്റ്റേഷൻ ഉണ്ടായില്ല. ഏറ്റവും താഴത്തെ സ്റ്റേഷനിലായിരുന്നു ഞാൻ, താഴെന്ന് വെച്ചാൽ ഫ്ലോർ വെച്ചിട്ട്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് എന്നെ പഠിപ്പിച്ചു തരികയും, അപ്പോൾ തുടർന്ന് അങ്ങോട്ട് വരാൻ നേരത്ത് ഞാനായിരിക്കണം ഈ ഒരു കൺട്രോളിലേക്ക് വരേണ്ടത്, ആ ഒരു രീതിയിലാണ് വന്ന് തുടങ്ങിയത്. അപ്പോൾ ആദ്യം എനിക്ക് സന്തോഷം തോന്നി, കാരണം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഈ ഹോസ്പിറ്റൽ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇവിടെ വെച്ചിട്ട് നോക്കാൻ നേരത്ത് ഹോസ്പിറ്റലിൽ ഓൾഡ് ഏജ് ഹോം, അപ്പോൾ അധികം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ പഠിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഓർത്ത് എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ടും അവിടെ അവർ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാങ് സൈഡ് ഫ്ലേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ വീക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു, കാരണം എല്ലാ ദിവസവും പുതിയ ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം പതുക്കെ പതുക്കെ ഗ്രാസ്പ് ചെയ്ത് സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലേക്ക് പോകുന്തോറും ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് എന്താ പറയുക, എല്ലായിടത്തും ഇങ്ങനെ ആകണമെന്നില്ല, പക്ഷേ യൂഷ്വലി ഈ ഒരു ജോബിൽ വളരെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടിട്ട് തന്നെ ആ ഡിമാൻഡ് വരുന്നതിന് കാരണം ആളെ കിട്ടാനായിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഈ ജോബിന് ഇത്രയും ഡിമാൻഡിൽ വരുന്നത്. അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഈ വീക്കെൻഡ് വർക്ക് ചെയ്താൽ ഫയർടാഗിൽ ഫയർടാഗ് എന്ന് വെച്ചാൽ വെക്കേഷൻസിന് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്താലൊക്കെ നല്ല സൂഷ്യലേക്ക് കിട്ടും. സൂഷ്യന്ന് വെച്ചാൽ അഡീഷണൽ പേയ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ജോബ് വളരെ അട്രാക്റ്റീവാണ്. ആ ഒരു അട്രാക്റ്റീവാണ്, ഈ ജോബിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് തുടങ്ങാൻ നേരത്ത് നമ്മളതും പ്രതീക്ഷിക്കണം. അതായത് ഇതിൻ്റെ മറ്റൊരു വശം, ആളില്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാകണമെന്നില്ല. ഞാൻ 4ാമത്തെ ദിവസം തൊട്ടിട്ട് തന്നെ ഒറ്റക്കായി തുടങ്ങി. ഒറ്റക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങൾ, പെട്ടെന്ന് ഒരു കാര്യങ്ങൾ എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഈ 3 വർഷത്തെ ഹൗസ്ഫുള്ളും കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റക്ക് കാര്യങ്ങളിലേക്ക് എന്താ പറയുക, നോക്കി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു വർക്ക് റെസിഗ്നേഷൻ കഴിഞ്ഞ് പോയി. പിന്നെ ഒറ്റയടിക്ക് ഈ ഒരു മൊത്തം സ്റ്റേഷൻ്റെ ഉത്തരവാദിത്തം എന്നിലേക്കെന്നുള്ള രീതിയിലേക്ക് വന്നു തുടങ്ങി. അതും വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ പോലും നഴ്സിംഗ് തുടങ്ങി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഈ കുറേ പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മൾ ഈ പേഷ്യൻസിനെ വാഷ് ചെയ്യണം, അതാണ് ഇതാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്റ്റേഷനിൽ ഞാൻ ഒരാൾ ഉണ്ടാവും, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 അസിസ്റ്റൻ്റ് ഈ 1 ഇയർ ഹൗസ്ഫുള്ളും ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് യൂഷ്വലി ഒരു 4 പേഷ്യൻസിനൊക്കെ ആയിരിക്കും കിട്ടുന്നത്.
ബാക്കി എല്ലാവരും ഇവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 24, 26 റെസിഡൻസ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു 4 പേഷ്യൻസ് എനിക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ മെഡിക്കൽ പരമായിട്ട് ഒരുപാട് അറിവ് വേണ്ട, ഡീൽ ചെയ്യേണ്ട പേഷ്യൻസ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് 2 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരും 2 വളരെ ഈസി ആയിട്ടുള്ള ആൾക്കാരുമായിരുന്നു. ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മറ്റു പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ലങ് സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാൻ നേരത്ത് ഈ ഡോക്യുമെൻറ്റേഷൻ, ഡോക്ടേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ അൻഗെഹോറി അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താ പറയുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സമാധാനത്തിൽ പഠിക്കാമല്ലോ എന്നുള്ള എൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഒറ്റയടിക്ക് എന്താ പറയുക തരിപ്പടമായി പോയി എന്ന് പറയില്ലേ. അതായത് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1-2 മണിക്കൂറോളം വേണം എനിക്കൊന്ന് കൂളായി തിരിച്ച് ആ ഒരു നോർമൽ രീതിയിലേക്ക് വരാൻ. ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നാളുകളായിരുന്നു ഈ കഴിഞ്ഞ ഇതുവരെ എന്ന് പറയാൻ പറ്റില്ല, ഒരു പകുതിയോളം സമയവും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ തുടക്കത്തിലെ ആ ഒരു എക്സ്പീരിയൻസ്. ഇനി എക്സ്പീരിയൻസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. അതിൽ നമ്പർ 1 പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന് പ്രശ്നത്തിന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഞാൻ ഹൗസ് പുള്ളിങ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് വീണ്ടും ഒന്നും കൂടി പഠിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. ഇത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മൾ എന്താ പറയുക, ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഷിഫ്റ്റ് ഫ്യൂറിങ് എന്ന് പറയും. അതായത് സ്റ്റേഷൻ ലീഡ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കും, നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ പവർഫുൾ അല്ല, സ്ട്രോങ് അല്ല, കമാൻഡിങ് ആയിട്ടുള്ളൊരു പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ എന്തുമാത്രം റെസ്പെക്റ്റ് ചെയ്യണം എന്നില്ല. ഞാൻ പേഴ്സണലി എനിക്ക് സംസാരിക്കാനായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ. അതായത് എനിക്കിങ്ങനെ കമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും, അതിനുശേഷം മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാം. ആ ഒരു ക്യാരക്ടറാണ്, മെൻറ്റാലിറ്റിയാണ് എനിക്കുള്ളത്, എന്താ ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജർമ്മനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ, കമാൻഡ്, ഈ ഒരു സംഭവം കാണിക്കണം. വോയിസിലൂടെയോ നിങ്ങളുടെ ആക്ഷൻസിലൂടെയോ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങൾ ഷിഫ്റ്റ് ഫ്യൂറിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീം ലീഡ് ചെയ്യുന്ന ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ വേണ്ടത്ര റെസ്പെക്റ്റ് കിട്ടണം എന്നില്ല. എല്ലാ ക്യാരക്ടറും അങ്ങനെയാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്. യൂഷ്വലി നിങ്ങൾക്ക് ഇത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ എല്ലാവരും ഫ്രീ ആയിട്ട് വിട്ടു. ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലും രീതിയിലും ചെയ്യാൻ തുടങ്ങി. അതായത് ഒരാൾ വന്നിട്ട് പറയും ഇതാണ് ശരി, ഇങ്ങനെ എല്ലാവരും ചെയ്യാന്ന് പറയും, അതായത് ഒരു കൊളീഗ്. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നിട്ട് പറയും അതല്ല ശരി, എൻ്റെ രീതിക്ക് ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ. അവസാനം ഇവർ തമ്മിൽ തർക്കമാകും, എൻ്റെ അടുത്തേക്ക് വരും. അവസാനം ഞാൻ ഈ പ്രശ്നം പരിഹരിക്കണം. എൻ്റെ ജോലിയുടെ കൂടുതൽ സമയങ്ങളിലും കൂടുതൽ സമയമല്ല, ഒരു വലിയൊരു ഭാഗം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു കൊളീഗ്സിൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും, എന്താ പറയുക, ഞാൻ ഓർത്തത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനത്തെ രീതിയിൽ കാര്യങ്ങളുള്ളൂ എന്നുള്ളത്. അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുക എന്നുള്ള രീതിയിൽ. അത് ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഷിഫ്റ്റ് ഫ്യൂർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേഷൻ ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ തലയിലായിരിക്കും ഈ വരുന്ന ഉത്തരവാദിത്തങ്ങൾ വരിക. അപ്പോൾ അവസാനം ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഞാൻ വേണ്ടത്ര രീതിയിൽ സ്ട്രോങ് ആയില്ല, ഞാൻ വേണ്ടത്ര രീതിയിൽ കമാൻഡ് കൊടുത്തില്ല, ഞാൻ വേണ്ടത്ര രീതിയിൽ കൺട്രോൾ എടുത്തില്ല, എല്ലാവരും ഫ്രീ ആയിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ കൊണ്ടിട്ട് തന്നെ, അതായത് ഞാൻ പഠിച്ച നഴ്സിംഗ് ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഭാഗത്ത് പഠിക്കും ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, പ്രശ്നങ്ങൾ ഒഴിവാക്കുക ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു സംഭവം ഈ വർക്ക് കൊളീഗ്സിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതായത് മീറ്റിങ്ങുകൾ ഞാൻ എൻ്റെ മുമ്പിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കൈ ചൂണ്ടി സംസാരിക്കുക, ഞാനിവിടെ നിർത്തിപ്പോകും, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കും. ഒച്ചപ്പാടെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഒച്ചപ്പാടൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 100 മീറ്റർ അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയ രീതിയിലുള്ള അലർച്ചയും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരു ആളാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ടിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു രീതിയിൽ വെച്ചിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ്. പിന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്റ്റേഷൻ ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്ക് ചെയ്യാൻ നേരത്ത് ഫോർ എക്സാമ്പിൾ 3 ദിവസത്തെ 3 പേരുടെ ഡീൻസ്റ്റ് അല്ലെങ്കിൽ വർക്കാണ് പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കുക. ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത് പാതിരാത്രി 12 മണിക്ക് വിളിച്ചിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സിക്ക് ലീവ് എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് വളരെ കോമൺ ആണ്. നമ്മൾക്ക് നോട്ട് ഫാൾ പ്ലാൻ അല്ലെങ്കിൽ എമർജൻസി പ്ലാൻ എന്നുള്ള രീതിയിലുണ്ട്. അതായത് പേഷ്യൻസിനെ പെട്ടെന്ന് ഷെയർ ചെയ്ത് അടുത്ത ഫ്ലോറിലുള്ള
ആൾക്കാരും കൂടി കൊടുത്ത് ഷെയർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ ഒരാളായിരിക്കില്ല സിക്ക് ലീവ് വിളിച്ച് പറയുന്നത്, കുറേ പേരുണ്ടാവും. അപ്പോൾ ഇതില്ല നമ്മൾ ഓക്കെ നമ്മൾ ഹൗസ്ഫുള്ളും കഴിഞ്ഞ് പ്രോപ്പർ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള ഡെയിലി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും മോശം കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളും എന്ത് സൊല്യൂഷൻ ഇല്ലല്ലോ ഇത് തന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം എൻ്റെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പറയാനായിട്ടുള്ളത് കുറച്ച് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ജോബ് തിരഞ്ഞെടുത്തതിൽ ഞാൻ ആദ്യം വിചാരിച്ചത്, എനിക്ക് ഈ വർഷം 29 വയസ്സായി. ഞാനപ്പോൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി വളരെ വൈകിപ്പോയി. ഈ ഒരു സമയത്തുള്ള ഈ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കുറേ ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ലൊരു എന്താ പറയുക ഫ്യൂച്ചറുള്ളൊരു ജോബാണ് എടുത്തത്. ഇപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഈ ജോബ് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ എടുത്തത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ടുള്ള രീതിയായിരുന്നു. പക്ഷെ അതിലും അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴേക്കും മാസാവസാനമാകുമ്പോഴേക്കും സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ഉള്ള ആ ഒരു ഫീല് ഓക്കെ. അതായത് പിന്നീട് ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് നാട്ടിലായിരുന്നു ഞാനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി റിസ്ക് എടുത്ത, അല്ലെങ്കിൽ ലാംഗ്വേജിന് വേണ്ടി റിസ്ക് എടുത്ത വർഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി നോക്കിയാലും ഞാനിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതെനിക്കൊരു എന്താ പറയുക ഇപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ ചാൻസസ് ആണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. അവൻ വേറൊരു സ്ഥലത്തേക്ക് വോക്കിന് പോയി. അവൻ ഇപ്പോൾ തന്നെ അവിടുത്തെ വോൺബെറായി ഷ്ലൈറ്റും എന്നാണ് അതിൻ്റെ പൊസിഷൻ്റെ പേര്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റേഷൻ ലീഡ് ചെയ്യുന്ന, ആ ഒരു സ്റ്റേഷൻ്റെ ലീഡ് ചെയ്യുന്ന ആൾക്കാരിലും മേളിൽ വരുന്ന ഒരു പൊസിഷനാണ് വോൺബെറായി ഷ്ലൈറ്റും, അല്ലെങ്കിൽ സ്റ്റേഷൻ ഇൻചാർജ് എന്നുള്ള രീതി. സ്റ്റേഷൻ ഇൻചാർജ് മീനിങ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു, അതായത് മോർണിംഗ് ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് ആ ഒരു സമയത്തുള്ളൊരു ഇൻചാർജ് അല്ല, മൊത്തത്തിൽ. അതായത് അവർക്ക് മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും യൂഷ്വലി വർക്ക്, ഓഫീസ് അവേഴ്സ് ആയിരിക്കും, അവർ നഴ്സിംഗിൽ വരില്ല. ആ ഒരു പൊസിഷനിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ തന്നെ കയറി. കാരണം വേറെ ഒന്നും കണ്ടിട്ടല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ റിട്ടയർ ആയി പോയി, പുതിയൊരാളെ കിട്ടാനായിട്ടില്ല. അപ്പോൾ അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റിയ, അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്നതോളും സാലറി കൂടാനായിട്ട് മാത്രമേ സാധ്യതയുള്ളൂ. ഈ ഒരു ജോബിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എല്ലാ രീതിയിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി B1 വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത്രയും സ്കിൽഫുൾഡ് ആണ്, ടാലൻറ്റഡ് ആണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഇപ്പോൾ ഇപ്പോൾ എനിക്ക് B2 ഉണ്ട്, ഞാനിപ്പോൾ തീരുമാനിച്ച, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ലാംഗ്വേജ് ഇനിയും പഠിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടിട്ട് തന്നെ എന്താ പറയുക, ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഇനിയും ചാൻസസ് എനിക്കുണ്ട്. അതായത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് എനിക്കുണ്ട്. അതാണ് ഈ ഒരു ജോബിൻ്റെ ഒരു ബെനിഫിറ്റ്. ദ ഓപ്പർച്യൂണിറ്റീസ് ആർ എന്താ പറയുക അൺലിമിറ്റഡ്. ഏത് പൊസിഷനിലെത്തും, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഡോക്ടർ വരെ ആകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ട് എങ്ങനെയാന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു ഞാൻ ഉദ്ദേശിച്ച ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മെഡിക്കലി നല്ലൊരു നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലാംഗ്വേജും പ്ലസ് മെഡിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഡോക്ടർ ആകാനായിട്ട് പഠിക്കാനായിട്ട് ഫ്രീ ആണ്. അതായത് ഹവേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല. യൂണിവേഴ്സിറ്റി ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇത്ര മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണ് ആ ഒരു ബാക്കിയുള്ള സമയം. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആകാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ചാൻസും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, ദി ഓപ്പർച്യൂണിറ്റീസ് ആർ അൺലിമിറ്റഡ്. പിന്നെ 2 സന്തോഷ വാർത്തകളും കൂടിയുണ്ട്. അതായത് എനിക്ക് 2 എൻ്റെ വർക്ക് പ്ലേസ്, ഞാൻ കരീറ്റാസ് എന്ന് പറയുന്ന ഒരു ഫിർമാനിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ജർമ്മനി മൊത്തം റെക്കഗ്നൈസ്ഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരിറ്റാസ്, CARITAS. അപ്പോൾ 2 എക്സൈറ്റിംഗ് പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൽ ഒന്ന്, ഈ വർഷം അവസാനത്തിന് ഞങ്ങളുടെ ഫുൾ സ്ഥാപനം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡിജിറ്റലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ, പുതിയ കമ്മ്യൂണിക്കേഷൻ രീതികൾ, നമ്മളുടെ ഡോക്ടേഴ്സായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഒരു ടെലി ഓൺലൈൻ സംഭവത്തിലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ IT ടീമിൻ്റെ എന്താ പറയുക, എൻ്റെ കറീറ്റാസ് എൻ്റെ സ്ഥലത്തു നിന്ന് ഞാനാണ് പോകുന്നത്. അപ്പോൾ 1 വർഷം പോലും ജോലിയാകാത്തത് എൻ്റെ IT സ്കിൽസ് വെച്ചിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് എന്നെ ആ ഒരു പൊസിഷനിലേക്ക്, എൻ്റെ ആ ഒരു, അതായത് എനിക്ക് കുറച്ച് ഒരു 1-2 മാസത്തേക്കോളം
ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതായത് ഞാൻ IT സംഭവത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്നത് നഴ്സ് എന്നുള്ള രീതിയിലുള്ള സാലറി തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 3 ഫ്ലോറുള്ള സ്ഥാപനമാണ്. അപ്പോൾ 3 ഫ്ലോറിലേക്കും 3 മലയാളി നഴ്സുമാർ വരുന്നുണ്ട്. അവർ റെക്കഗ്നൈസ്ഡ് നഴ്സാണ്. നമ്മുടെ നാട്ടിലെ BC നഴ്സസാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എനിക്കും ഈ ഒരു പ്രോജക്റ്റ്, അതായത് അവരുടെ വെൽക്കം കൾച്ചർ എന്ന് പറയും, അതായത് അവരെ ഫ്രീ ആക്കി നിർത്തുക, അതായത് മനസ്സുകൊണ്ട് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗവുമായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ എല്ലാ സമയവും, അതായത് ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുവാനായിട്ട് ഹൗസ്ഫുൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ച് എനിക്കിപ്പോൾ 29 വയസ്സായി. ഞാനിപ്പോൾ അറിഞ്ഞു വരുന്നത് +1 +2 തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ്. കാനഡയിലെ സ്ഥിതി അറിയാം, UK സ്ഥിതി അറിയാം. ഇനിയിപ്പോൾ യൂറോപ്യൻ കൺട്രീസാണ് നിങ്ങൾക്ക് സേഫ്. യൂറോപ്യൻ കൺട്രീസിൽ എല്ലാവർക്കും ഒരു ഭാഷയല്ല ഉള്ളത്. ജർമ്മൻ ഉണ്ട്, പല ഭാഷകളുണ്ട് യൂറോപ്യൻ കൺട്രീസിൽ. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം ജർമ്മനി തന്നെയാണ്. അപ്പോൾ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ്, അതായത് ഫിനാൻഷ്യൽ ചാൻസസ് മാത്രമല്ല, നിങ്ങളുടെ കരിയർ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ജോബാണ് നഴ്സിംഗ്. അപ്പോൾ ഇപ്പോൾ ഡൗട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, ഈ ജോലിക്ക് ശരിയാവോ, ബുദ്ധിമുട്ടായിരിക്കുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ അവരോടും കൂടിയാണ് പറയാനായിട്ടുള്ളത്, നിങ്ങളെക്കൊണ്ട് സാധിക്കും. എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. എനിക്ക് നഴ്സിംഗിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നിട്ട് പോലും ഈ ഒരു ഫ്യൂച്ചർ, ഞാനിപ്പോൾ ഈ ഉള്ളൊരവസ്ഥ ഞാൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ്, അതായത് ഈ ജോലി കിട്ടി പേയ്മെൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു അവസ്ഥ, ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ ഞാൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പേ ചിന്തിച്ച് നോക്കിയിട്ടുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇതിലേക്ക് തുടങ്ങി വന്നത്, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റോട് കൂടി. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഈ പറയാനായിട്ടുള്ളത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. +2 കഴിഞ്ഞവരാണെങ്കിലും ശരി, 30 വയസ്സ് കഴിഞ്ഞവരാണെങ്കിലും ശരി, ഹൗസ്ഫുള്ളിൽ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ B2 എടുത്തതിന് ശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.